ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ പ്ലാന്റും അതിലുണ്ടായിരിക്കുന്ന ടൊമാറ്റോസും കാണിക്കാൻ വേണ്ടിയാണ്. ഈ തക്കാളി തൈകളെല്ലാം ഞങ്ങൾ വിത്ത് വിതച്ച് ഉണ്ടായ തൈകളാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന തക്കാളി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല വലിപ്പത്തിൽ ഉള്ള നല്ല രീതിയിലുള്ള തക്കാളിക്ക ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറുതായിട്ടും ഉണ്ടായി വരുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ നമുക്ക് ഇവിടെ ഈ പ്രാവശ്യം ഒത്തിരി തക്കാളി ചെടികളുണ്ട്. അതിലെല്ലാം ഇഷ്ടംപോലെ തക്കാളിക്കായും ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് അപ്പുറേ വശത്തോട്ട് പോകാം. ഇവിടെയുണ്ട് മുന്നോട്ട്. ഇത് കണ്ടോ, ഇതൊരു തക്കാളി ചെടി ഇവിടെയുണ്ട്. ഇത് കണ്ടോ, തക്കാളിക്ക് ഉണ്ടായി നിൽക്കുന്നതാണ്ടോ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നോക്ക്, ഈ ഒരു സൈഡ് ഫുള്ള് ഞങ്ങൾ തക്കാളിയുടെ തൈ ഇങ്ങനെ പിടിപ്പിച്ച് വച്ചേക്കുകയാണ്. അതിനകത്ത് ഇത് കണ്ടോ, തക്കാളിക്ക് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, പഴുക്കാറായി നിൽക്കുന്നതാണിത്. കണ്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം കുറേ തക്കാളിയൊക്കെ പറിച്ചായിരുന്നു. ഇത് കണ്ടോ, ഇവിടെയെല്ലാം ഇഷ്ടംപോലെ ഇങ്ങനെ തക്കാളിക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് വേറൊരു രീതി, ഒരു ചെറിയ വലിപ്പം വെക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇത് പഴുക്കാറായി നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇച്ചിരി കൂടെ പഴുത്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പറിക്കാം. ഇത് വലിപ്പമുള്ള തക്കാളിക്ക കാണണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഇത് കണ്ടോ, നല്ല വലിപ്പത്തിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതാ ഇവിടെയുണ്ട് കുറേ തക്കാളി. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് വന്നാൽ, ഈ സൈഡിലോട്ട് വന്നാൽ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ തക്കാളിക്ക് ഇങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ട്. ദാ ഇവിടെയുണ്ട് തക്കാളി. പിന്നെ നമുക്ക് വേറൊരു രീതിയിലുള്ള കുഞ്ഞു തക്കാളി, ചെറു തക്കാളി എന്ന് ഞാൻ നട്ടായിരുന്നല്ലോ, അതും ഇഷ്ടംപോലെ നമുക്ക് കായ്ച്ചിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ചെറുതക്കാളിയാണിത്. കണ്ടോ, ഇത് ഇങ്ങനെ എന്താ പഴുത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം പറിച്ചെടുക്കാം. ഇത് നല്ല ചുവപ്പ് കളറായിട്ട് പഴുത്ത് വരും. പഴുത്ത് വരുമ്പോൾ ഇതിന് നല്ലൊരു മധുരമുണ്ട്. നമുക്ക് പറിച്ച് തിന്നാം. സാലഡിനൊക്കെ ഉപയോഗിക്കുന്ന തക്കാളിയാണിത്. ഞാൻ ഈ ഒരു കളർ വരുമ്പോഴത്തേന് പറിച്ചങ്ങ് വെക്കും. അത് പുറത്തിരുന്ന് പിന്നെ നന്നായിട്ട് പഴുക്കും. ഇപ്പം ഞാനിതെല്ലാം എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചേക്കുവാണ്. അതപ്പം നമുക്ക് അടുത്ത വർഷവും നമുക്ക് തക്കാളി യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ വഴുതനയൊക്കെ ഇത് കണ്ടോ, നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇത് കണ്ടോ, വഴുതനങ്ങ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ, നല്ലതായിട്ട്. പല രീതിയിലുള്ള വഴുതനങ്ങയുണ്ട്. ഇവിടെയെല്ലാം ഫുള്ള് വഴുതനങ്ങ നല്ല രീതിയിലുണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ തക്കാളിയൊക്കെ പറിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കും. അപ്പോൾ അത് പിന്നെ നമുക്ക് വീണ്ടും അടുത്ത വർഷത്തേന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ തക്കാളിയാണിത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. വേണ്ടോ, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ തക്കാളി നമുക്കുണ്ടായെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇതുപോലെ ഒരു സിപ്ലോക്കിലിട്ടിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇപ്പം എന്താ ഇതിൻ്റെ ഒച്ചയൊക്കെ കേട്ടോ, ഇത് ഒച്ച കേൾക്കുമ്പോഴത്തേന് ഒരു നമ്മൾ പണ്ട് വട്ട് കളിക്കത്തില്ലായിരുന്നോ, അതിൻ്റെ ആ ഒരു ശബ്ദം പോലെ കേൾക്കുന്നില്ലേ. അപ്പം പിന്നെ നമുക്കിത് വേണ്ടപ്പം നമുക്കിത് ആവശ്യമുള്ളത് എടുത്ത് പുറത്ത് വെച്ച് ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വേണമെങ്കിൽ നമുക്കിത് കറിക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എനിക്കുണ്ടായിരിക്കുന്ന നമ്മുടെ എൻ്റെ ഫ്രീസർ ഞാൻ തുറന്നിട്ടേക്കുക കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതെന്താ, നമ്മുടെ വഴുതനങ്ങ. ഇത് അടുത്ത വർഷത്തേന് ഇനിയിപ്പം വഴുതനയുടെ സീസൺ കഴിയുമ്പോഴത്തേന് നമുക്ക് വഴുതനങ്ങ വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ സാമ്പാറിനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറി വെക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അരിഞ്ഞ് ഇതുപോലെ ഫ്രീസർ വെച്ചേക്കുക കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ഇതെടുത്തിട്ട് നമുക്ക് കറി വെക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. കടയിൽ നിന്ന് അധികം കൂടുതൽ സാധനം മേടിക്കാതെ
നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതുപോലെ എനിക്ക് ഈ പ്രാവശ്യം മുളക് കുറവായിരുന്നു കിട്ടിയത്. അപ്പം കിട്ടുന്ന കാന്താരി മുളകിനെ ഞാൻ ഇതുപോലെ എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ നമ്മൾ സിപ്ലോക്കിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതാ എൻ്റെ ഫ്രീസർ തുറന്നു കിടക്കുന്നതിന് എൻ്റെ അലാം അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഇനി കിട്ടുന്ന ഓരോ വെജിറ്റബിൾസും ഇതുപോലെ നമുക്ക് എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഓക്കെ, നമ്മുടെ ഫ്രീസറിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതുപോലെ ഞാനിത് കണ്ടോ കുറേ വഴുതനങ്ങ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയതെല്ലാം ഞാൻ പറിച്ച് ഇതുപോലെ ഓരോ പാക്കറ്റാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഫ്രീസർ നിറഞ്ഞു സാധനങ്ങൾ കൊണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ഒത്തിരി സാധനങ്ങളൊക്കെ ഇതുപോലെ പച്ചക്കറികൾ നമുക്ക് മിച്ചം വന്നാൽ നമുക്ക് ഇതുപോലെ പറിച്ചിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ, മുറിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമുക്കത് പിന്നീട് അത് ബുദ്ധിമുട്ടായി വരും. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫ്രീസറുകളിൽ ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.